കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണനും അശ്വിൻ ഗണേശനും ആദ്യത്തെ കൺമണി പറന്നത്. ദിയയുടെ ഗട്ട് ഫീലിങ്സ് പോലെയും കുടുംബാംഗങ്ങളുടെ ആഗ്രഹം പോലെയും ആൺകുഞ്ഞാണ് പറന്നത്. ജൂലൈ 5-ന് രാത്രി 7:16-നായിരുന്നു കുഞ്ഞിന്റെ ജനനം. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത്. ഓമി എന്നാണ് ഓമന പേര്. കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നിയോം എന്ന പേര് സിന്ധു കൃഷ്ണയുടെ സെലക്ഷൻ ആയിരിക്കും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് മുതലുള്ള വിശേഷങ്ങൾ ബ്ലോഗായി ദിയ പങ്കുവച്ചിരുന്നു. രണ്ടു ഭാഗങ്ങളായ ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത്. രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ദിയ ഉൾപ്പെടുത്തിയിരുന്നത്. സൂചി പോലും ഭയമുള്ള വ്യക്തിയാണ് ദിയ. അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബെർത്ത് സൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത്. ബെർത്ത് സൂട്ടിലേക്ക് മാറ്റിയപ്പോൾ മുതൽ ശുശ്രൂഷിക്കാനും പരിശോധിക്കാനും വന്ന ഡോക്ടർമാരോട് പെയിൻ എത്രത്തോളം ഉണ്ടാകും, കുറയ്ക്കാൻ മാർഗമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ദിയ ചോദിച്ചുകൊണ്ടിരുന്നത്. ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ പോലും കരയുന്ന ആളാണ്. പേടി എൻ്റെ കൂടപ്പിറപ്പാണ്. ഇവർക്കെല്ലാം ഇത് സിനിമ കാണുന്നത് പോലെ എന്നെയല്ലേ അടുപ്പിൽ വെച്ചിരിക്കുന്നത് എന്നാണ് ദിയ പറഞ്ഞത്. ഭയവും പ്രസവത്തിന്റെ വേദനയും ആലോചിച്ച് ഉറങ്ങാൻ പോലും ദിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. വേദന കുറയ്ക്കാനും ഉറക്കം വരാനുമായി അശ്വിൻ ദിയയ്ക്കൊപ്പം നിന്ന് പാട്ടുപാടി കൊടുക്കുകയുണ്ടായിരുന്നു. നിന്റെ അമ്മ ഇവിടെ കിടന്ന് പാടുകയാണ്. ഫ്യൂച്ചറിൽ നീ നോക്കണം. നിനക്കറിയാവുന്ന പ്രായത്തിൽ നീ ഇതെടുത്ത് വെച്ച് കാണണം എന്നാണ് ദിയ വേദന അനുഭവിക്കുന്നത് കണ്ട് കുഞ്ഞിനോട് പറയുന്നത് പോലെ അശ്വിൻ പറഞ്ഞത്. എപ്പിഡ്യൂറലിന് ശേഷം വേദന കുറഞ്ഞു. കുഞ്ഞിനെ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. പക്ഷേ അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും അത്ര എക്സൈറ്റഡ് അല്ല. എപ്പിഡ്യൂറൽ സമയത്ത് നടുവിന് വേദന സമയത്ത് അച്ഛൻ തടവുകയാണെന്ന് കരുതി വേദന സഹിച്ചു. അങ്ങനെ അങ്ങ് സങ്കല്പിക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. അത്രത്തോളം വലിയ സൂചിയെടുത്ത് എന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നത് കണ്ട് അശ്വിൻ തന്നെ ഞെട്ടി. മൈൻഡിൽ ഡൈവേർട്ട് ചെയ്തതാണ് ഞാൻ കിടന്നത്. മരിച്ചിട്ട് എല്ലാവരും ചുറ്റും നോക്കി നിൽക്കുന്ന പോലെയാണ് പ്രസവത്തിനായി കിടന്നപ്പോൾ തോന്നിയത്. എപ്പിഡ്യൂറൽ എടുത്തതിനായിരുന്നെങ്കിൽ ഞാൻ പരലോകത്ത് പോയി വന്നേനെ എന്ന് ദിയ പറഞ്ഞു. പെയിൻ കൂടിയപ്പോൾ ആശ്വസിപ്പിക്കാൻ അച്ഛൻ കൃഷ്ണകുമാറും എത്തിയിരുന്നു. അമ്മ ചറപറ പ്രസവിച്ചതല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അത്ര ധൈര്യമില്ലായിരുന്നു എന്നാണ് ദിയയുടെ മറുപടി. ഭയം അലട്ടിയെങ്കിലും ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെ നിർദ്ദേശമെല്ലാം കൃത്യമായി ദിയ പാലിച്ചു. ജൂലൈ 5-ന് 7:16-നാണ് അശ്വിൻ്റെയും ദിയയുടെയും ലിറ്റിൽ സിംബ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ചോരക്കുഞ്ഞിനെ കണ്ട് അഹാനകൃഷ്ണയും സഹോദരിമാരെല്ലാം ആദ്യം കരയുകയാണ് ചെയ്തത്. ആൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ കുടുംബങ്ങളെല്ലാം കൂടെ ആഘോഷമാക്കി.